ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ ചെയ്ത വീഡിയോ. ഞാൻ കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗ്, ട്രാവൽ ട്രിപ്പ് ഞങ്ങൾക്കൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ താമസിക്കുന്ന വാൻകൂവറിലാണ്. ഞങ്ങൾ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അതായത് ഇവിടുന്ന് 1.5 hour ഫെറി ട്രാവലുണ്ട്. വിക്ടോറിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളംബിയയുടെ ക്യാപിറ്റലാണ്. ഇവിടുത്തെ പാർലമെൻറ്റ്സ് ഒരു പാർലമെൻറ്റേ ഉള്ളൂ. പാർലമെൻറ്റൊക്കെ അവിടെയാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തല്ലേ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ വാൻകൂവർ വലിയ ഹ്യൂജ്. എറണാകുളം ഞാൻ കമ്പയർ ചെയ്തേ ഉള്ളൂ, എറണാകുളം പോലെയല്ല. എറണാകുളം വാൻകൂവർ ആണെങ്കിൽ ട്രിവാൻഡ്രമാണ് വിക്ടോറിയ. അപ്പം ഇവിടുന്ന് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫെറിയിലായിരിക്കില്ല പോകുന്നത്. അവർ യൂഷ്വലി ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്. നമ്മൾ ട്രാവലേഴ്സൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് ഫെറിയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് 1.5 മണിക്കൂറാണ് ഫെറി ടെർമിനൽ. ടിക്കറ്റ് റിസർവേഷൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അതായത് ശരിക്കും നമ്മൾ ഫെറി ടെർമിനലിൽ നിന്ന് ഷിപ്പ് പോകുന്നതിന് 1/2 hour മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേനും ഒരു 5 minute ലേറ്റായി. നമ്മുടെ റിസർവേഷൻ ക്യാൻസലായി. പക്ഷേങ്കിൽ റിസർവേഷൻ ക്യാൻസലായെങ്കിലും എന്തോ ഒരു ഭാഗ്യം, അവർ പറഞ്ഞു ഷിപ്പിൽ സ്പേസ് ഉണ്ട്, കയറിക്കോളാൻ. കാരണം നമ്മൾ കയറുമ്പം നമ്മുടെ കാർ ഉൾപ്പെടെയാണ് റിസർവ് ചെയ്യുന്നത്. നമ്മൾ കാർ ഉൾപ്പെടെയാണ് വിക്ടോറിയയ്ക്ക് പോകുന്നത്. അത് പറയാൻ മറന്നുപോയി. അപ്പം ഇങ്ങനെ ഡോക്കിംഗ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഡോക്കിംഗ് സ്റ്റേഷൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത്, കാറിനുള്ളിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചിലരിക്കും. ചില കാറുകൾ ഈ ഷിപ്പ് കുലുങ്ങുമ്പം കിടന്ന് ഒച്ചയുണ്ടാക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് അനൗൺസ്മെൻറ്റ് തന്നിട്ട് താഴെ പോകേണ്ടി വന്നു. കുറേ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മാനുവലായിട്ട് കാറൊക്കെ ലോക്ക് ചെയ്തിട്ട് മുകളിൽ കയറിയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഷ്റൂംസ്. പിന്നെ ഇത് എല്ലാ ഷിപ്പും നല്ല ഫുള്ളായിരിക്കും കേട്ടോ. പോകുന്ന ഷിപ്പ് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, പിന്നെ മൺഡേ ടു ഫ്രൈഡേ ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും.
ഈ സിറ്റിങ്ങിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന സ്റ്റോഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡ്രസ്സ്, പക്ഷേ ഭയങ്കര കത്തിയാണ്. ഞാൻ വിലയൊക്കെ നോക്കിയപ്പം $65. $65 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 4000 രൂപ ഈ ഒരു ടീഷർട്ടിനൊക്കെ. അപ്പം എല്ലാവരും വന്ന് നോക്കിയിട്ട് പോവും, ചിലർ വാങ്ങിക്കുമായിരിക്കും. പണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ വന്നപ്പം എന്താ ഒരു ജാക്കറ്റ് വാങ്ങിയിരുന്നു. അത് കുറച്ച് റീസണബിൾ ആയിരുന്നു, പക്ഷെ കഴിക്കുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും നമ്മൾ എടുക്കാൻ മറന്നു പോവുകയോ എന്തെങ്കിലും ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും. നല്ല സ്റ്റോറാണ്. അങ്ങനെ സ്റ്റോഴ്സ് എല്ലാം ഇതിനകത്തെല്ലാം ചുറ്റിക്കണ്ട് എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് പിന്നെ അപ്പോഴത്തേന് ഇറങ്ങാനുള്ള ടൈമായി. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അവർ അനൗൺസ് ചെയ്യും, താഴേക്ക് കാറിൽ പോയിരിക്കാൻ പറയും. എന്നാലേ ഷിപ്പ് ഇത് ചെയ്യുമ്പം അടുത്തെത്തുമ്പം എന്താ ഓരോരുത്തർ, അല്ലെങ്കിൽ കാറിൽ ആളില്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ ക്യൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഡൗൺ ടൗണിലേക്ക് എത്താറായി. സ്ലിപ്പ് ഓഫ് ടങ്. ഡൗൺ ടൗണിലെത്തി. ചെറിയൊരു സിറ്റിയാണ് വിക്ടോറിയ. ഇന്ന് ചെറിയ ക്ലൗഡി സമയം. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വിക്ടോറിയ എന്ന് പറഞ്ഞാൽ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ കുറച്ച് പാലസ് പോലത്തെ അങ്ങനെ ഓൾഡ് ടൈപ്പ് ഭയങ്കര ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. നല്ലൊരു ഹോട്ടലാണ്.